സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എങ്ങനെയാണ് ബാറ്ററി വർക്ക് ചെയ്യുന്നത്? സോ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്നൊരു പോർഷനാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ബാറ്ററീസ് എങ്ങനെ വർക്ക് ചെയ്യാന്ന് ഉള്ളത് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിമ്പിൾ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബാറ്ററി എങ്ങനെയായിരിക്കും, അതിൻ്റെ ഉള്ളിലുള്ള റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും, ഇതുവഴി എങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടി റീവൈൻഡ് ചെയ്യാൻ വേണ്ടി എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ പറഞ്ഞത്? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ എനർജിയെ എന്താക്കുന്നു, ഇലക്ട്രിക്കൽ എനർജി, അതായത് റിയാക്ഷൻ നടക്കുന്നു, റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് റിലീസ് ആവുന്ന കാര്യങ്ങളുടെ എനർജി, കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റിലീസ് ചെയ്യാവുന്ന ഇലക്ട്രോൺസ് ഉണ്ടാവും ഇതിനകത്ത്. ആ ഇലക്ട്രോൺസ് നമുക്കറിയാം, ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ റീചാർജ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ബാറ്ററീസാണ്. ബാറ്ററീസ് ഒരിക്കൽ വർക്കിംഗ് തുടങ്ങിയാൽ ആ ബാറ്ററിയിലെ റിയാക്ഷൻ കഴിയുന്നത് വരെ വർക്ക് ചെയ്യും. സോ റീചാർജബിൾ ബാറ്ററീസ് നമ്മൾ കണ്ടു. എന്താണ് അവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ആ കെമിക്കൽ റിയാക്ഷൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? കെമിക്കൽ റിയാക്ഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പക്ഷേ ഈ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ബേസിക് ആയിട്ടുള്ള സംഭവത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. തമ്മിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, റിയാക്ഷൻ അങ്ങ് നടന്നോളും. അതിലുള്ള റിയാക്ടിങ് സ്പീഷീസ് കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് തീരുന്നത് വരെ ആ റിയാക്ഷൻ നടക്കും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ നമ്മുടെ വാച്ചിലുള്ള ചെറിയ ബട്ടൺ ബാറ്ററീസ് ഇല്ലേ, മെർക്കുറി സെൽസ് എന്ന് പറയുന്ന ആ ബട്ടൺ ബാറ്ററീസ്. ഒരു വാച്ചിലെ ബാറ്ററി നിങ്ങൾ മാസത്തിൽ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചില ആൾക്കാർ വെച്ചാൽ നല്ല വാച്ചിൻ്റെ ഒക്കെയാണ് ബാറ്ററീസ് വർഷങ്ങളോളം നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സോ അത്ര മെല്ലെയാണ് അതിലുള്ള റിയാക്ഷൻ നടന്നിട്ട് ഡീക്കേ ചെയ്ത് പോകുന്നത്. സോ ബാറ്ററീസിന്റെ വേൾഡ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വണ്ടർ ആയിട്ടുള്ള വേൾഡാണ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പലതരത്തിലുള്ള ബാറ്ററി ഉണ്ട്. ജനറലി ഡ്രൈ സെൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഓക്കെ, നമ്മളെ ഫോണിലെ ബാറ്ററീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററീസിന്റെ കാര്യമാണ്. അപ്പൊ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു, ഗാൽവാനിക് സെല്ലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു തരത്തിലുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് ഗാൽവാനിക് സെൽ. പലതരത്തിലുള്ള സെല്ലുകളുണ്ട്. നമ്മളുടെ ഫോക്കസ് ഇന്ന് ഈ ക്ലാസ്സിൽ ഗാൽവാനിക് സെല്ലും അതുപോലെ മറ്റൊരു ബാറ്ററി ഉണ്ടാക്കുവാനുള്ള കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്. നമ്മളിപ്പോൾ എന്താണ് ഒരു ഫുഡ് ആക്കണമെങ്കിൽ അതിന്റെ റെസിപ്പി പറയില്ലേ, അതുപോലെ ഒരു ബേസിക് ആയിട്ടുള്ള ബാറ്ററി ഉണ്ടാക്കാനുള്ള ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ മേക്കിംഗ് എ ബേസിക് ഇലക്ട്രോ കെമിക്കൽ സെൽ? ഓക്കെ, അപ്പൊ നമ്മൾ അധികം ഒന്നും ഡിലേ ആക്കുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ ക്ലാസ്. സോ ആദ്യം തന്നെ നമ്മൾ ഈ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, സോ ഇതിന് ബേസിക് ആയിട്ടുള്ള ഐഡിയ, ഫണ്ടമെന്റൽ ഐഡിയ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ പറഞ്ഞ അതേ ഒരു ഐഡിയ എന്താണ്? റിയാക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽസ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അതായത് നേരത്തെ പറഞ്ഞ അതേ ഐഡിയ, ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഉണ്ടാവും, ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഉണ്ടാവും. അപ്പോൾ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്താണ് നമ്മൾ കണ്ടു, അത് പെട്ടെന്ന് ഇലക്ട്രോൺ റിലീസ് ചെയ്യും. എന്നാൽ റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യുക? ഇലക്ട്രോൺ റിലീസ് ഒന്നും ചെയ്യില്ല, അവർ ഗെയിൻ ചെയ്യും അല്ലേ? അതായത് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ത് ചെയ്യും? ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും അല്ലേ? എന്നാൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആണെങ്കിലോ അവർ റിഡക്ഷനും അണ്ടർഗോ ചെയ്യും. അതായത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. കഴിഞ്ഞതിൽ ഞാൻ കോഡൊക്കെ പഠിച്ചു. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓയിൽ എന്ന് പഠിച്ചു. റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, റിഗ് എന്നും പഠിച്ചു അല്ലേ? സോ ആ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ നമുക്കുണ്ടാവും, ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു മെറ്റൽ നമുക്കുണ്ടാവും. സോ നമുക്ക് ഗാൽവാനിക് സെൽ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള തിങ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് 2 ബീക്കറുകൾ വേണം. ബീക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ഇതുപോലുള്ള ഒരു സാധനം, ബോറാസിലിന്റെ ഒക്കെ മെറ്റീരിയലൊക്കെയാണ് സാധാരണ ബീക്കറായിട്ട് ഉപയോഗിക്കുന്നത്. 2 ബീക്കേഴ്സ് നമുക്ക് വേണം. ഓക്കെ, പിന്നെന്താ വേണ്ടത്? 2 റോഡുകൾ, മെറ്റൽ റോഡുകൾ, ഒരു സിങ്ക് റോഡും ഒരു കോപ്പർ റോഡുമാണ് നമുക്ക് ഇതിന് വേണ്ടത്. പിന്നെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും വേണം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വേണം. അതായത് അതാത് മെറ്റലിന്റെ കറസ്പോണ്ടിങ് സൊല്യൂഷൻ. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ഏത് മെറ്റലാണോ എടുത്തത് ആ മെറ്റലിന്റെ തന്നെ സൊല്യൂഷൻ നമുക്ക് വേണം. അതായത് സിങ്ക് എടുത്ത് അതിന്റെ കൂടെ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് അല്ല എടുക്കേണ്ടത്. സിങ്ക് എടുത്താൽ സിങ്കിന്റെ കൂടെ നമ്മൾ സിങ്ക് സൾഫേറ്റ് തന്നെ എടുക്കണം. കോപ്പർ എടുത്താൽ കോപ്പറിനോട് കോപ്പർ സൾഫേറ്റോ അല്ലെങ്കിൽ കോപ്പർ നൈട്രേറ്റ് ആയാലും കുഴപ്പമില്ല. അവിടെ സിങ്കിന് സൾഫേറ്റിന് പകരം സിങ്ക് നൈട്രേറ്റ് ഒക്കെ ഒരു കുഴപ്പമില്ല. പക്ഷേ നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. അത് എങ്ങനത്തെ സൊല്യൂഷൻ ആയിരിക്കും എന്ന് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ വേറൊരു സാധനം കൂടിയുണ്ട്, സോൾ ബ്രിഡ്ജ്. സോൾ ബ്രിഡ്ജ് എന്താണെന്ന് നമുക്ക് പറയാം. സോൾ ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഈ ന്യൂട്രാലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത് നമ്മൾ സെൽസ് ഉണ്ടാക്കുന്ന ടൈമിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ വേണ്ടത് എന്താണ്? നമ്മൾ പറഞ്ഞു ഈ റിയാക്ഷൻ നമ്മൾ പുറത്തുനിന്ന് ഒരു കറണ്ടും കൊടുക്കണ്ട, കറണ്ട് താനേ ഉണ്ടായിക്കോളും. സോ ഈ 2 സംഭവം, ഈ സെറ്റപ്പുകളൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കണക്ട്, അതായത് 2 മെറ്റൽ റോഡ്സ് ഉണ്ട്, ഇതിനെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോപ്പർ വയർ വേണം. കോപ്പർ വയറിനോട് ചേർത്ത് തന്നെ എത്രത്തോളം ഇലക്ട്രിസിറ്റി ഉണ്ട് നമ്മൾ മെഷർ ചെയ്യണ്ടേ?
വെറുതെ നമ്മൾ റിയാക്ഷൻ നടത്തിയാൽ പോരല്ലോ, ഇലക്ട്രിസിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞാലും പോരാ, എത്രത്തോളം റിയാക്ടിവിറ്റി നടന്ന് കറണ്ട് ഉണ്ടാവും നമുക്കറിയണം. അതിനാണ് വോൾട്ട് മീറ്റർ, അതിന്റെ വോൾട്ടേജ് അളക്കാൻ വേണ്ടി. സോ ഇത്തരം സാധനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ഇടയും. ഇനി നമുക്ക് എന്താ ഗാൽവാനിക് സെൽ ഉണ്ടാക്കിയാലോ? ഓക്കെ. സോ ഗാൽവാനിക് സെല്ലിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അതിനു മുകളിൽ നമ്മൾ സെറ്റപ്പിന് വേണ്ട സാധനങ്ങൾ നമ്മൾ പറഞ്ഞു. സോൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു പരിചയമില്ലാത്തൊരു പുതിയൊരാളെ നമ്മൾ കണ്ടു അല്ലേ. മെറ്റൽ റോഡും സൊല്യൂഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സോൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പറയുന്നത് പോലെ തന്നെ ഒരു സോൾട്ട് സൊല്യൂഷൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ എന്താണത്? എ യു ഷേപ്ഡ് ട്യൂബ് filled with a paste mixed with gelatin or agar-agar cell and a salt like KCl, KNO3 and NH4Cl, അമോണിയം ക്ലോറൈഡും കൂടെ KCl-ഉം KNO3 ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സോൾട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഇതാണ് ജെൽ ടൈപ്പ് മെറ്റീരിയൽ. ഈ ഗലാറ്റിൻ അഗർ അഗർ എന്നൊക്കെ പറയുന്നത് ജെൽ ടൈപ്പ് മെറ്റീരിയലാണ്. അങ്ങനെ നിങ്ങൾ ജെൽ ടൈപ്പ് മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ജെൽ ടൈപ്പ് മെറ്റീരിയലിന്റെ കൂടെ എന്താ ഉള്ളത്? നമുക്കൊരു സോൾട്ട് കൂടി ഉണ്ടാവും. അത്ര ഒരു ഓർമ്മിച്ചു. അത് കൂടി ചേർത്തുള്ള ഒരു യു ഷേപ്പുള്ള ഒരു ട്യൂബാണിത്. സോ ഇതിന്റെ ഉദ്ദേശം, വൈ സോൾട്ട് ബ്രിഡ്ജ് ഇസ് യൂസ്ഡ്? ട്രാൻസ്ഫർ ഓഫ് അയോൺസ്. എവിടെ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം അത് നിങ്ങൾക്ക് ഇപ്പൊ കാണും. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് സോൾട്ട് ബ്രിഡ്ജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം എന്താണ്, നമ്മൾ ഈ സെൽസ്, അതായത് ഒരു ബാറ്ററി ആക്കി കഴിഞ്ഞാൽ ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് എൻഡും ഉണ്ടാവും, നെഗറ്റീവ് എൻഡും ഉണ്ടാവും. അപ്പോൾ ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ നടക്കണം. ഇലക്ട്രോൺസ് ഫ്ലോ നടന്നാൽ മാത്രമേ കറണ്ട് ഉണ്ടാവും. അതിന് ഇപ്പം ഒരു സൈഡിൽ എന്താ പറയുക, മൊത്ത സൈഡിലും ഒരു അതായത് ചാർജ് നമ്മൾ ബാലൻസ് ചെയ്യും. എന്നാൽ മാത്രമേ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ നടക്കൂ. കുറച്ചിപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സൈഡിൽ നിന്ന് ഇലക്ട്രോൺ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എക്സസ് ഒരുപാട് ഇലക്ട്രോൺസ് ആവും. അപ്പോൾ ഒരു സ്ഥലം ഉണ്ടാവില്ല. ബാക്കി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും ഒരുപാട് റീമെയിനിങ് ഇലക്ട്രോൺസ് അവിടെ കിടക്കും. അപ്പൊ നമ്മുടെ റിയാക്ഷൻ കണ്ടിന്യൂസ് നടക്കുമോ? ഇല്ല. അപ്പൊ ആ ഒരു സമയത്ത് ഈ എക്സ്ട്രാ ഇലക്ട്രോൺസിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഒക്കെ ചെയ്തിട്ട് ഒരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിനും കൂടി നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കും. അപ്പൊ എന്തിനൊക്കെയാണ്? അയോൺ ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്ന് മനസ്സിലായി, ആവശ്യമുള്ള സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് ഈ സെല്ല് നമുക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ. അപ്പോൾ ഈ സെല്ല് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ 2 ബീക്കേഴ്സ് എടുക്കും. 2 ബീക്കറിൽ എന്താ ചെയ്യുക? നമ്മുടെ കറസ്പോണ്ടിങ് മെറ്റൽ റോഡ്, ഇവിടെ ആരാണ്? സിങ്ക് ഇലക്ട്രോഡ്, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, അതായത് ZnSO4 സൊല്യൂഷനിൽ സിങ്കിലൂടെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കും. ഓക്കെ. അപ്പം ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഈ ഒരു സെല്ല് നമ്മൾ ആനോഡ് എന്ന് വിളിക്കും. കാരണം എന്തുകൊണ്ട് ആനോഡ് വിളിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സിങ്കിന് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ്? മാസ്റ്റർ ഇരുന്നിട്ട് ലഡു കഴിച്ച് കോപ്പർ പാത്രത്തിൽ സിൽവർ സ്പൂൺ ഇട്ട് ഇളക്കി ഗോൾഡ് ഫിലിം കണ്ടു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ എന്താണ്? മാസ്റ്ററിലെ സിങ്ക് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരാണ് ജനറലി ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ നമ്മൾ ആനോഡായിട്ട് എടുക്കുക. ഇനി തൊട്ടപ്പുറത്തെ ബീക്കർ നോക്കും. രണ്ടാമത്തെ ബീക്കർ നമ്മൾ കോപ്പർ ഇലക്ട്രോഡാണ് എടുത്തിട്ടുള്ളത്. കോപ്പർ ഇലക്ട്രോഡ് എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? അത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തിട്ട് സോൾട്ട് ബ്രിഡ്ജ്, എന്തൊക്കെയായിരുന്നു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ? ജെലാറ്റിൻ അല്ലെങ്കിൽ അഗർ അഗർ മിക്സ്ചർ, അഗർ ജെൽ കൂടെ KCl ഓർ KNO3 പ്ലസ് അമോണിയം ക്ലോറൈഡ്, ഇതൊക്കെ ചേർന്നിട്ടാണ് ഇതുണ്ടാകുന്നത്. പിന്നെ ഇത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തത്? അതായത് സിങ്ക് ഇലക്ട്രോഡ് നമ്മുടെ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് എൻഡിലേക്ക് കണക്ട് ചെയ്തു, കോപ്പർ ഇലക്ട്രോഡ് പോസിറ്റീവ് എൻഡിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്തായി? സിങ്ക് നെഗറ്റീവ് ഇലക്ട്രോഡും കോപ്പർ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡുമായി. അതിനെ കാത്തോഡ് എന്ന് വിളിക്കുന്നു. കാരണം റിയാക്ടിവിറ്റി കുറഞ്ഞതിനെ കാത്തോഡ് എന്ന് വിളിക്കുന്നു. നിങ്ങളിപ്പോൾ ഓർമ്മിച്ചത് അതിന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോൾ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ സെറ്റപ്പിന് ആദ്യം വേണ്ടത്? നമ്മൾ ഏത് മെറ്റൽ റോഡാണോ അതിനെ കറസ്പോണ്ടിങ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുക. ഇവിടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ കോപ്പർ റോഡ് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചു. രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്തു? ഒരു സോൾട്ട് ബ്രിഡ്ജ് ചെയ്ത് കണക്ട് ചെയ്തു. സിങ്ക് ഇലക്ട്രോഡിനെ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് എൻഡിലേക്കും കോപ്പർ ഇലക്ട്രോഡിനെ നമ്മൾ പോസിറ്റീവ് എൻഡിലേക്കും കണക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്ക് റിയാക്ഷന്റെ കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പ് ഗാൽവാനിക് സെൽ എന്താ നോക്കാം. എന്താണ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ? ഇതിന്റെ മറ്റൊരു പേരാണ് വോൾട്ടായിക് സെൽ. വോൾട്ടേജ് ഉണ്ടാക്കുന്നതുകൊണ്ട് വോൾട്ടായിക് സെൽ എന്ന് വിളിക്കുന്നു. ഇവിടെ എന്താണ്? കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി ത്രൂ ദിസ് അറേഞ്ച്മെന്റ്. അപ്പൊ ഈ അറേഞ്ച്മെന്റ് വഴി കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി. അതിനാണ് നമ്മൾ ഗാൽവാനിക് സെൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഗാൽവാനിക് സെല്ലിൽ 2 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു, ആനോഡും കാത്തോഡും ഉണ്ട്. അപ്പം ആനോഡിൽ എന്ത് നടക്കുന്നു? ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നു.
കണ്ടോ, ഇവിടെ ഇപ്പം നെഗറ്റീവ് ഇലക്ട്രോഡ് എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഇപ്പം മാറ്റിത്തരാം. എന്താണ്, ആനോഡിൽ സിങ്ക് റോഡ് നിങ്ങൾ കണ്ടല്ലോ, സിങ്ക് റോഡിൽ നിന്ന് സിങ്ക് 2+ അയോൺസും കൂടെ 2 ഇലക്ട്രോണുമായിട്ട് എവിടെ വരും, നമ്മുടെ സൊല്യൂഷനിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, 2 ഇലക്ട്രോൺ വന്നല്ലോ. അപ്പൊ ഇവിടെയൊക്കെ എന്തായി, ഒരുപാട് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടും. ഈ സൊല്യൂഷൻ നമുക്ക് ഒരുപാട് എക്സ്ട്രാ ഇലക്ട്രോൺസ്, കാരണം സിങ്ക് കണ്ടിന്യൂസ് റിയാക്ട് ചെയ്തിട്ട് എന്താ കിട്ടുന്നത്, ഒരുപാട് ഇലക്ട്രോൺസ് ആവും. അപ്പോൾ ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടല്ലോ, ഇലക്ട്രോൺസിന്റെ ഫ്ലോ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാം. പിന്നെ കാത്തോഡ് നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ, അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നു. കോപ്പർ 2+ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താവുന്നു, കോപ്പർ ആയിട്ട് മാറുന്നു. ഓക്കെ, കോപ്പർ ആയിട്ട് ഈ കോപ്പർ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് കാത്തോഡിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ. ഓക്കെ ആണല്ലോ, സെറ്റപ്പുകളൊക്കെ മനസ്സിലായി, 2 തരത്തിലുള്ള റിയാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സോ ഈ ഇലക്ട്രോണിന്റെ ഫ്ലോ നടക്കുന്നത് കൊണ്ടാണ് എപ്പോഴും ഇലക്ട്രിസിറ്റി നമുക്കിവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ മെയിൻ ആയിട്ടുള്ള കുറച്ച് കൺക്ലൂഷൻസ് നോക്കാം. ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ഒക്കേഴ്സ് ഈസ് ആനോഡ് ആൻഡ് ഹാസ് എ നെഗറ്റീവ് ചാർജ്. ഓക്സിഡേഷൻ നടക്കുന്ന സെല്ലിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ആനോഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇലക്ട്രോഡ് അറ്റ് വിച്ച് റിഡക്ഷൻ ഒക്കേഴ്സ്, റിഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്, കാത്തോഡിലാണ്, അതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. പിന്നെ ഇലക്ട്രോൺ ഫ്ലോ ഫ്രം നെഗറ്റീവ് ഇലക്ട്രോഡ് ടു പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് കറന്റ് ഫ്ലോ ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഇലക്ട്രോഡ്. അതായത് ഇലക്ട്രോൺ എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഡയറക്ഷൻ മാർക്ക് ചെയ്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, കാരണം ഇവിടെ ഇലക്ട്രോൺ ആയല്ലോ, ഈ ഇലക്ട്രോൺ ആണ് ഈ റോഡ് വഴി മുകളിലോട് പോയിട്ട് ഇതിലൂടെ കണക്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ഫ്ലോ ആണ്. ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകും, ഇതിലൂടെ താഴോട്ട് വരും. അപ്പൊ നമുക്ക് എവിടെ എത്തി, ഇലക്ട്രോൺ ഇതിൽ റോഡിലൂടെ വന്ന് ഇലക്ട്രോൺ ഇവിടെ എത്തി. ആര്, ഇവിടത്തുള്ള ഇലക്ട്രോൺ ഇവിടൂടെ പോയിട്ട് ഇവിടെ കോപ്പർ ഇലക്ട്രോൺ എത്തി. അപ്പൊ ഇലക്ട്രോൺ എക്സ്ട്രാ വന്നപ്പം ഇവിടെ കോപ്പർ 2+ കാത്തിരിക്കുക. കാത്തിരുന്ന് എന്ന് പറയുന്നില്ലേ, പാട്ട് പാടിയ പോലെ കോപ്പർ 2+ കാത്തിരുന്ന് കിട്ടിയപ്പോൾ 2 ഇലക്ട്രോൺ കിട്ടിയപ്പോൾ അപ്പൊ തന്നെ എടുത്തു, അതെങ്ങോട്ടായി, കോപ്പർ ആയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ കോപ്പർ ഇലക്ട്രോൺ, അതായത് കാത്തോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഈ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടല്ലോ, അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആര് ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, കറണ്ട് നമ്മൾ I എന്നൊരു ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുക എങ്ങോട്ടാണ്, ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ്. സോ നമ്മൾ മൂന്നാമത്തെ എന്താണ്, ഇലക്ട്രോൺ ഫ്ലോ ഫ്രം നെഗറ്റീവ് ഇലക്ട്രോഡ് ടു പോസിറ്റീവ് ഇലക്ട്രോഡ്, അതായത് ആനോഡ് ടു കാത്തോഡ്. ആനോഡ് ടു കാത്തോഡ് ആണ് ഇലക്ട്രോൺ ഫ്ലോ. അപ്പൊ കറണ്ട് ഫ്ലോ എങ്ങോട്ടായിരിക്കും, കാത്തോഡ് ടു ആനോഡ് ആയിരിക്കും കറണ്ട് ഫ്ലോ. ക്ലിയർ ആയല്ലോ. സോ അപ്പോൾ എങ്ങനെയാണ്, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ്, മെറ്റൽ വിത്ത് ഹൈ റിയാക്ടിവിറ്റി ആക്ട്സ് ആസ് ആനോഡ് ആൻഡ് മെറ്റൽ വിത്ത് ലോ റിയാക്ടിവിറ്റി ആക്ട്സ് ആസ് കാത്തോഡ്. അത്രയേ ഉള്ളൂ. ഹൈ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ കണ്ട അതേ സംഭവം തന്നെ, പക്ഷേ അവിടുത്തെ ഒന്ന് ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ മെറ്റൽ റോഡ് അതിന്റെ തന്നെ സൊല്യൂഷനിൽ ഇടുക. ഓക്കെ, സോ ഹൈ റിയാക്ടിവിറ്റി ഉള്ള ആൾക്കാർ ആനോഡും ലോ റിയാക്ടിവിറ്റി ഉള്ള ആൾക്കാർ കാത്തോഡും. അപ്പോൾ ജനറൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗിവ് സിങ്ക് 2+ പ്ലസ് കോപ്പർ. അപ്പൊ എന്തായിരുന്നു, സിങ്ക് മെറ്റൽ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു, അവിടെയുള്ള കോപ്പർ 2+ എന്ത് ചെയ്തു, ആ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പറായി മാറുന്നു, സിങ്ക് 2+ അയോൺ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ എന്താണ്, ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനം അതിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഒരു തരത്തിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആ സംഭവം ഒന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള എന്താണ്, ഇലക്ട്രോ കെമിക്കൽ സെൽ, ഗാൽവാനിക് സെല്ലിന്റെ സെറ്റപ്പുകൾ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സെൽ ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയണ്ടേ, വെറുതെ നമ്മളിത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ ക്വസ്റ്റ്യൻ ഇതാണ്, കൺസ്ട്രക്ട് എ സെൽ യൂസിങ് കോപ്പർ ആൻഡ് സിൽവർ ഇലക്ട്രോഡ്സ്. കോപ്പറും സിൽവർ ഇലക്ട്രോഡും വെച്ചിട്ട് നിങ്ങൾ ഒരു സെൽ ഉണ്ടാക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഒരു കോപ്പർ റോഡ് തന്നിട്ടുണ്ട്, ഒരു സിൽവർ റോഡ് തന്നിട്ടുണ്ട്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും തന്നിട്ടുണ്ട്, വോൾട്ട്മീറ്റർ തന്നിട്ടുണ്ട്, കോപ്പർ വയർ തന്നിട്ടുണ്ട്, അതുപോലെ സോൾട്ട് ബ്രിഡ്ജ് തന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാ സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന്റെ കൂടെ തന്നെ 2 ബീക്കറും കൂടി വേണം. അപ്പൊ നമുക്ക് എങ്ങനെയാ ആൾക്കാർ സംഭവം സെറ്റപ്പ് ആകുന്നത് നോക്കാം. ആദ്യം നമ്മൾ 2 ബീക്കർ നമുക്ക് വേണം അല്ലേ. അപ്പൊ 2 ബീക്കർ നമുക്ക് ആദ്യം സെറ്റാക്കി വെക്കാം. 2 ബീക്കർ വേണം. പിന്നെന്തൊക്കെയാണ് വേണ്ടത്, ബീക്കറിലേക്ക് ഇടാൻ വേണ്ടി നമുക്ക് 2 റോഡ് കൂടി വേണം. അതൊക്കെ ഇവിടെ തന്നിട്ടില്ലേ, തന്നിട്ടുണ്ട്. പക്ഷെ ബീക്കറിൽ റോഡ് ഇടുന്നതിന് മുമ്പ് എന്ത് വേണം, അവിടെ ഒരു സൊല്യൂഷൻ വേണം അല്ലേ. ഏത് സൊല്യൂഷനാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഓരോ ബീക്കറിലും ഏത് റോഡാണോ
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അല്ലേ. ഉദാഹരണത്തിന് നമ്മൾ കോപ്പർ റോഡ് എവിടെ ആഡ് ചെയ്യണം? കോപ്പർ റോഡ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോപ്പറിന്റെ സൊല്യൂഷനിലും, സിൽവർ ആഡ് ചെയ്യുന്നുണ്ട് സിൽവറിന്റെ സൊല്യൂഷനിലും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു റോഡ് ഞാൻ ഇവിടെ വെക്കുന്നു, അടുത്ത റോഡ് ഞാൻ ഇവിടെ വെക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കോപ്പറും സിൽവറും ഇതിൽ ഏതാണ് ഹൈലി റിയാക്റ്റീവ്? നമ്മൾ കോപ്പർ പാത്രത്തിൽ സിൽവർ സ്പൂൺ ഇട്ടു, അപ്പോ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? കോപ്പർ നമ്മൾ എന്ത് ചെയ്തു? ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് കോപ്പറിനെ നമ്മൾ ആരാക്കി? കോപ്പറിനെ നമ്മൾ ആനോഡാക്കി. ആനോഡ് പ്രത്യേകത എന്താ? അത് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും റിയാക്ടിവിറ്റി കുറഞ്ഞ? സിൽവർ നമ്മൾ കാത്തോഡും ആക്കി. ഓക്കെ ആണല്ലോ, അതൊരു പോസിറ്റീവ് ഇലക്ട്രോഡാണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോഡ് സെറ്റപ്പ് ആക്കി. ഇനി ഇലക്ട്രോഡ് ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ ചാർജ് ന്യൂട്രൽ ആക്കാൻ വേണ്ടി നമ്മൾ വേറൊരു യു ഷേപ്ഡ് ട്യൂബ് കൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ യു ഷേപ്പ് ആയിട്ടുള്ള ട്യൂബിന് നമ്മൾ എന്താ പറയുന്നത്? സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയും അല്ലേ. സോൾട്ട് ബ്രിഡ്ജിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കിയേ. ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ സോൾട്ട് ബ്രിഡ്ജ് ആഡ് ചെയ്തു. സോൾട്ട് ബ്രിഡ്ജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇവരെ നമ്മളൊരു വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്യും. വോൾട്ട് മീറ്റർ ഞാൻ വി എന്ന് മാത്രം ജസ്റ്റ് ഡിനോട്ട് ചെയ്യാണ്. വോൾട്ട് മീറ്ററെ കണക്ട് ചെയ്യുന്നു. രണ്ട് ഇലക്ട്രോഡും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ രണ്ട് ഇലക്ട്രോഡായി നല്ല സ്റ്റൈലായിട്ട് ഷെയ്ഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രണ്ട് ഇലക്ട്രോഡ്സ് കിട്ടി. നമ്മൾ ആനോഡ് ഏതാ കാത്തോഡ് ഏതാന്നൊക്കെ കിട്ടി. ഇപ്പം ഇതിന്റെ സെറ്റപ്പിന്റെ കൂടെ കുറച്ചുകൂടി ഡ്രാമാറ്റിക് ആണ്. ഇവിടെ നമുക്കൊരു സ്വിച്ച് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ റിയാക്ഷൻ തുടങ്ങുന്ന കാണിച്ചിട്ട് നമുക്ക് സ്വിച്ച് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പോസിറ്റീവ് എൻഡ് ആനോഡുമായിട്ടും, പോസിറ്റീവ് എൻഡ് കാത്തോഡുമായിട്ടും, നെഗറ്റീവ് എൻഡ് ആനോഡുമായിട്ടും. അപ്പോൾ ഇതാണ് സെറ്റപ്പുകളൊക്കെ നമുക്ക് ആയിട്ടുണ്ട്. അപ്പം ഇത് ഏതാണ് സൊല്യൂഷൻ? ഇത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. ഇവിടെ എന്താണ്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പൊ നിങ്ങൾക്ക് സെറ്റപ്പ് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമുക്ക് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽസ് ഉണ്ടാക്കേണ്ടതെന്ന്. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് നമ്മൾ എന്ത് ചെയ്യും? ആനോഡായിട്ടും ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള കാത്തോഡായിട്ട് എടുക്കും. രണ്ടും തമ്മിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്യുന്നു. പിന്നെ കോപ്പർ വയർ ഉപയോഗിച്ച് വോൾട്ട് മീറ്ററായി കണക്ട് ചെയ്തിട്ട് നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ടോട്ടൽ റിയാക്ഷൻ നമുക്ക് എഴുതാം. അതിനു മുമ്പ് ആനോഡിൽ എന്തായിരിക്കും റിയാക്ഷൻ? ആനോഡ് കോപ്പർ ആണ്. അപ്പൊ കോപ്പർ വിൽ ഗിവ്, ആനോഡിൽ എന്താണ്? ആനോഡിൽ ഓക്സിഡേഷൻ, ആനോക്സ് ആണ്. ഓക്കെ, Cu2++ 2 ഇലക്ട്രോൺ. ആനോഡിൽ ഓക്സിഡേഷൻ നമുക്ക് എങ്ങനെ ഓർമ്മിക്കാം? ആനോക്സ്. ഒരു കാള ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഒരു കാള വന്നിട്ട് അടിച്ച് തെറിപ്പിക്കുവാണ് ഇലക്ട്രോണിനെ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി കേട്ടോ. ആനോക്സ് എന്ന് ഓർമ്മിക്കാം. കാത്തോഡിൽ എന്ത് റിയാക്ഷൻ? അവിടെ സിൽവർ ആണല്ലേ. സിൽവർ എവിടെ നിന്ന് ഇലക്ട്രോൺ കിട്ടും? ഇവിടെ 2 ഇലക്ട്രോൺ റിലീസ് ആയിട്ടുണ്ട്. അപ്പം ഓരോ 2 സിൽവറും 2 ഇലക്ട്രോൺ വെച്ച് ചേർത്തിട്ട് എങ്ങോട്ട് പോകും? സിൽവർ പ്ലസ് എന്താവും? 2Ag ആയിട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്താ? ഇവിടെ ഇങ്ങനെ Ag മോളിക്യൂൾ ഡെപ്പോസിറ്റ് ചെയ്യും. എവിടെ? കാത്തോഡിൽ. അതായത് നമ്മുടെ സിൽവർ ഇലക്ട്രോഡിന് മുകളിൽ ആര് ഡെപ്പോസിറ്റ് ചെയ്യും? സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടുന്ന് കോപ്പർ എന്താണ്? കോപ്പർ കുറഞ്ഞു വരികയല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുക? കോപ്പറിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. അപ്പൊ കുറഞ്ഞു വരുമ്പോൾ എന്ത് സംഭവിക്കും? കോപ്പറിന്റെ അളവ് ഇതാ ഇവിടെ ഇങ്ങനെ കുറഞ്ഞു വരും. അവസാനമാകുമ്പോൾ എന്തായിരിക്കും? കോപ്പർ റിയാക്ട് ചെയ്ത് ഇവിടെയുള്ള കോപ്പറൊക്കെ റിയാക്ട് ചെയ്ത് കുറച്ച് എമൗണ്ട് കോപ്പറെ ബാക്കി ഉണ്ടാവും. കാരണം ഉള്ള കോപ്പറൊക്കെ റിയാക്ട് ചെയ്ത് പോകണല്ലോ. സോ കോപ്പറിന്റെ അളവ് കുറയും. അതുപോലെ സിൽവറിന്റെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് സിൽവറിന്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ കമ്പൈൻഡ് റിയാക്ഷൻ എന്തായിരിക്കും? നമ്മൾ Cu+2Ag+ ഗീവ്സ് Cu2++2Ag എന്നുള്ളതായിരിക്കും ഫൈനൽ റിയാക്ഷൻ. വളരെ ക്ലിയർ ആണുള്ള കാര്യം. നമ്മൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ ഉണ്ടാക്കുന്നത് പഠിച്ചു. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കണം, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ ഹൈ റിയാക്റ്റീവ് ലോ റിയാക്റ്റീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓർമ്മിക്കേണ്ടത് ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. ആനോഡിന്റെ പ്രത്യേകത നെഗറ്റീവ് ഇലക്ട്രോഡാണ്. കാത്തോഡിൽ എന്ത് ചെയ്യും? റിഡക്ഷൻ നടക്കും. അതിന് നമുക്ക് എങ്ങനെ? റെഡ് കാറ്റ് എന്ന് ഓർമ്മിച്ചു, ചുവന്ന പൂച്ച. അവിടെ എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. അപ്പോൾ ഒരു കാളയും ചുവന്ന പൂച്ചയും അവിടെ എന്താണ്? അതൊരു പോസിറ്റീവ് ഇലക്ട്രോൺ ആണ്. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ, അതായത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എങ്ങനെ കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ട് എങ്ങനെ ഒരു ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും നമ്മൾ പഠിച്ചു. ബേസിക് ആയിട്ടുള്ള നമ്മുടെ സാധാരണ ബാറ്ററീസിലൊക്കെ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ റിയാക്ഷൻ ഒക്കെ നടന്നു. പക്ഷെ ഞാൻ പറഞ്ഞു നേരത്തെ തുടക്കത്തിൽ നിങ്ങളോട് കാര്യം പറഞ്ഞു,
എല്ലാ ബാറ്ററീസിലും ഇങ്ങനെയല്ല. ചില ബാറ്ററീസ് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കണം, അപ്പോൾ അത് റിയാക്ട് ചെയ്യും. കുറച്ച് കാലം കഴിഞ്ഞാൽ റിയാക്ഷൻ നടന്ന് തീർന്നു കഴിഞ്ഞാൽ ചാർജ് അവിടെ തീരും, പിന്നെയും നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കും, പിന്നെയും റിയാക്ഷൻ നടക്കും. അങ്ങനെ റിയാക്ഷൻ നടന്ന് പക്ഷെ അവിടെയും ഡീക്കേ ആവും കേട്ടോ. ഒരുപാട് കാലം കഴിഞ്ഞാൽ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയുന്നതിന് കാരണം എന്താ, കുറേ കാലം കഴിഞ്ഞാൽ റിയാക്ട് ചെയ്ത് സാധനം അങ്ങനെ തീരും. നമ്മൾ റീചാർജ് ചെയ്താലും കൂടി ഒരു ലിമിറ്റിലിടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടതും നമ്മുടെ ഇനി മെയിനായിട്ട് ഡിസ്കഷനിലേക്ക് പോകുന്നതായുള്ള കാര്യമാണ് മൊബൈൽ ബാറ്ററീസിന്റെ വർക്കിംഗ് കണ്ടീഷൻ എന്താണ്. വാട്ട് അബൌട്ട് മൊബൈൽ ബാറ്ററീസ്? ഇവിടെ ഒരു ഐഫോണിലുള്ള ഒരു ലിഥിയം അയോൺ പോളിമർ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 1624 mAh എന്നാണ് കൂടെ. mAh എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ പവറാണ്, എത്രത്തോളം കപ്പാസിറ്റി എന്നുള്ളത്. സോ ഈ ഒരു ബാറ്ററീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിന്? ആ ടൈപ്പ് ഓഫ് ബാറ്ററീസിലുള്ള ആ ഒരു റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള എന്തൊക്കെ റിയാക്ഷൻസ് ആയിരിക്കും അവിടെ നടക്കുന്നത്? ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ എന്ത് റിയാക്ഷൻസ് ഒക്കെ നടക്കാം? അതിൽ ആനോഡ് കാത്തോഡ് ഒക്കെ ഉണ്ടാവുമോ? അതിലെങ്ങനെയൊക്കെ റിയാക്ഷൻസ് നടക്കും? എന്തായിരിക്കും ടോട്ടൽ റിയാക്ഷൻ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സംശയം തോന്നുന്ന ഒരുപാട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. താങ്ക് യു. Manorama Horizon, learning made simple.